ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂർക്ക വിളവെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കൂർക്ക ഉണ്ടായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യം മറന്നുപോയി. പിന്നെ ഞാൻ കയറി നോക്കിയപ്പോഴാണ് ഈ ഒരു അവസ്ഥ കണ്ടത്. കണ്ടോ, ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം തന്നെ കരിഞ്ഞു. പിന്നെ വേണ്ട ഈ ആകെയുള്ള ഈ ഒരു പച്ചപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂർക്കയുടെ വിളവെടുപ്പും കൂർക്ക ഗ്രോ ബാഗിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, പിന്നെ കൂർക്ക ധാരാളമായിട്ടുണ്ടാകാനും നല്ല വലിപ്പമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യല്ലേ. അപ്പോൾ ഞാൻ ആകെ ഒരു 3 വീഡിയോ ആണ് കൂർക്കയുടെ ചെയ്തിട്ടുള്ളത്. കൂർക്ക നിലത്ത് നടുന്ന രീതി, പിന്നെ അതുപോലെ തന്നെ കൂർക്കയ്ക്ക് വളം കൊടുക്കുന്നത്, പിന്നെ കൂർക്ക ഉണ്ടായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ, അങ്ങനെ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ നിലത്ത് കൂർക്ക നടുന്നതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ഗ്രോ ബാഗിൽ ഞാൻ നട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ഒരു എന്തുമാത്രം കിട്ടും എന്നൊക്കെയുള്ളത് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ചെയ്യാത്ത കുറേ കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇതേ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു കോൺക്രീറ്റ് ഒക്കെ ചെയ്തേക്കുന്നത്, ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതിൻ്റെ ഇടയ്ക്കോട്ടാണ് കയറിയേക്കുന്നത് കണ്ടോ. അപ്പം ഇത് നമ്മൾ കൂടുതലായിട്ട് ഈ കൂർക്ക ഉണ്ടാവുന്നത് ഈ തണ്ടിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു കഷ്ണമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എലിയുണ്ടല്ലോ, കുഞ്ഞെലിയൊക്കെ വന്ന് തിന്നതാണ്. അതിനൊക്കെ ഈ കിഴങ്ങുകളൊക്കെ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കഴിച്ചിട്ട് പോകുന്ന, അങ്ങനെ ഒരു 1-2 അങ്ങാണ്ടൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഈ തണ്ടിൽ കൂടുതലായിട്ട് കൂർക്ക ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ തണ്ടിൽ നന്നായിട്ട് മണ്ണിട്ട് കൊടുത്താലേ നല്ല വലിപ്പത്തിൽ കിട്ടത്തുള്ളൂ. അപ്പം തണ്ടിൽ ധാരാളമായിട്ടുണ്ടാവും, പക്ഷേ വലിപ്പം നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റോഡ് സൈഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മണ്ണിട്ട് കൊടുക്കാനും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുവട്ടിലൊക്കെ കുറച്ച് മണ്ണുള്ളതിനകത്തു നിന്നൊക്കെ നല്ല വലിപ്പത്തിലുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ അമ്മയാണെങ്കിൽ എന്നെക്കാളും കൂർക്ക ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അറിയാതെ ഇതിനകത്തു നിന്നൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് മോഷ്ടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിയലിനകത്തൊക്കെ ഇടാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പം അവിയലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴായിരിക്കും പറയുന്നത് ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് കൂർക്ക പറിച്ചെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടോ, ഇത്രയും കൂർക്ക ഞാൻ നമ്മുടെ തണ്ടിയിൽ നിന്ന് പറിച്ചെടുത്താണ്. അപ്പോൾ ഇനി ഈ ഒരു ഗ്രോ ബാഗിനുള്ളിലൊന്ന് നോക്കാം. ഒക്കെ ശരിക്കും വിളവെടുക്കുന്നത് ഒരു 6-7 മാസത്തിനുള്ളിലാണ്. 7 മാസത്തിൽ കൂടരുത്. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഇതൊരു 7 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എടുക്കുന്ന കൂർക്കയൊക്കെ തന്നെ കുറച്ച് മുളച്ചിട്ടുണ്ട്. ശരിക്കും ഇത് നടാനൊരു പാകമായിട്ടുണ്ട്. ചിലതൊക്കെ കണ്ടോ, ഇതൊക്കെ ചെറുതായിട്ടൊന്ന് മുള വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് സമയത്ത് കൂർക്ക വിളവെടുക്കണം. പിന്നെ ചിലരൊക്കെ പറയും 3-4 മാസമൊക്കെ നട്ട് കഴിഞ്ഞാൽ പറിച്ചെടുക്കാമെന്നൊക്കെ. അതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്. ശരിക്കും ഒരു 6 മാസമെങ്കിലും വേണം നന്നായിട്ട് വിളഞ്ഞ് കിട്ടാനായിട്ട്. അപ്പം ഞാൻ കണ്ടോ, ഇതിപ്പോൾ 2ാമത്തെ ഗ്രോ ബാഗാണ്. ഒത്തിരി വലുപ്പത്തിലൊന്നും കിട്ടുന്നില്ല, പക്ഷേ എന്നാലും നമുക്ക് ധാരാളമായിട്ട് ഇതിനകത്ത് ഉണ്ടായി കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് തണ്ടിലാണ് കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ അടിയിലോട്ടൊന്നും വലിയതായിട്ടൊന്നും പോകത്തില്ല. അപ്പം ഞാനിത് നട്ട സമയത്ത് കുറച്ച് കരിയിലയും പച്ചിലയൊക്കെ നിറച്ചിട്ട് ചാരവും മണ്ണും ഒക്കെ ചേർത്ത് മാത്രമേ നട്ടിട്ടുള്ളൂ. വേറെ വലിയ വളങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇടയ്ക്കെങ്ങാണ്ടൊക്കെ ഞാൻ സ്ലറികൾ എന്തോന്നൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ ഗ്രോ ബാഗ് ഒന്ന് കമിഴ്ത്തിയിട്ട് നോക്കണം. അപ്പോൾ ദേ കണ്ടോ, ഞാൻ ഈ മണ്ണെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയപ്പോൾ തന്നെ അതിനകത്തുനിന്ന് ഈ ഒരു ഗ്രോ ബാഗിലാണ് കേട്ടോ അത്യാവശ്യം എനിക്ക് കുറേ കൂർക്ക കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് എന്നാൽ വലിപ്പം കുറഞ്ഞതും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യമൊക്കെ ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കൂർക്കയൊക്കെ നടുമ്പോഴുണ്ടല്ലോ, അത്യാവശ്യം ഒരു പൊട്ടിപ്പാളീസായ ഗ്രോ ബാഗിലൊക്കെ വേണേലും നടാം. കാരണം വലിയതായിട്ട് ഇതിൻ്റെ വേരൊന്നും ഇറങ്ങി പോകുന്നതല്ല കേട്ടോ. ഈ ഒരു ഗ്രോ ബാഗ് നശിച്ചൊന്നും പോയിട്ടില്ല, കാരണം ഇതിന് വലിയ വേരുകളൊന്നും ഇല്ലല്ലോ. കണ്ടോ, ഇതൊക്കെ തന്നെ കണ്ടില്ല, നല്ല നല്ല വലുപ്പത്തിൽ. ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിൽ കിട്ടിയത്. അപ്പം അത്യാവശ്യം ഈ ഒരു ഞാൻ ഒരിക്കലും കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചകിരിച്ചോറൊന്നും ഉപയോഗിക്കാറേ ഇല്ല. ഇതുപോലെ കരിയിലയും പച്ചിലയൊക്കെ നിറച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, മണ്ണ് നന്നായിട്ട് ലൂസായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൂർക്ക. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും വിചാരിക്കും ഈ ഇത്ര കിട്ടിയുള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിഷമൊന്നും ചേർക്കാത്ത, രാസവളം ഒന്നും ചേർക്കാത്ത നല്ല ജൈവ രീതിയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ കുറച്ച് വലിപ്പമൊക്കെ കിട്ടാനുണ്ട്, കുറച്ച് ടിപ്സ് ഉണ്ട്. അത് ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പം ഏകദേശം എന്തേ കണ്ടോ, ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ടേസ്റ്റാണ് ഈ കൂർക്കയ്ക്ക്. അപ്പോൾ കൂർക്ക ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നെക്കാളും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മയ്ക്കാണ്.
അപ്പം നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇനി ഇത് വെച്ചിട്ട് കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി കളയാനായിട്ട് നമുക്ക് കുക്കറിൽ വിസിലടിക്കാതെ കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയിട്ട് പിന്നെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തൊലി ഇളക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ 1 മണിക്കൂറോളം ഇട്ടിട്ട് നമുക്ക് തൊലി കളയാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ വലയിലോ അല്ലെങ്കിൽ തുണിയിലോ എല്ലാം കിട്ടിയിട്ട് അലക്കുകല്ലിലൊന്ന് ഉരച്ചെടുത്താൽ ഇതിൻ്റെ തൊലി ഇളകി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് പിന്നെ അതുപോലെ തന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് കളഞ്ഞാലും ഇതിൻ്റെ തൊലിയൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. എനിക്ക് ഈ കൂർക്ക മെഴുക്കുവരട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ദേ കണ്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനത് കുറച്ച് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കുഞ്ഞു മണികളൊക്കെ കണ്ടില്ല, അതുവരെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തായാലും എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്നതായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല മെനക്കെട്ട് തന്നെയാണ് കണ്ടോ ഈ ഒരു കുഞ്ഞു കൂർക്ക വരെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇതൊന്നും ഞാൻ വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതല്ലേ, നല്ല ഒരു കെമിക്കലും ഇല്ലാതെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ എന്തായാലും വേസ്റ്റാക്കി ഒന്നും തന്നെ കളഞ്ഞിട്ടില്ല, നല്ല വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും ഈ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിനെല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള കൂർക്ക ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നല്ല മണവും നല്ല കളറും ഒക്കെയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു കൂർക്കയുണ്ടല്ലോ, ഈ കൂർക്ക മെഴുക്കുവരട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്കമാലിയിൽ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു നോമ്പിൻ്റെയൊക്കെ സമയത്തുണ്ടല്ലോ, അവിടെ ഇതുപോലെ കൂർക്ക മെഴുക്കുവരട്ടിയൊക്കെ കിട്ടുമായിരുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ കണ്ടോ. ഇനി അതിനകത്തോട്ട് ഞാനൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതായത് ഇത് ഇപ്പം ഞാൻ ചേർക്കും. ഇത് കണ്ടോ, നമ്മുടെ മസാല, അതായത് നമ്മുടെ വീട്ടിലൊക്കെ പൊടിപ്പിക്കുന്ന മസാല ഉണ്ടോ, അല്ലെങ്കിൽ ബീഫ് മസാല ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്ന സമയത്ത് അങ്ങനെ മസാല ചേർക്കാറില്ല. പക്ഷേ ഞാനവിടെ അങ്കമാലിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഈ നോമ്പൊക്കെ വരത്തില്ലേ, ആ ഒരു സമയത്ത് ക്രിസ്ത്യൻസിനൊക്കെ ഇങ്ങനെ ഇറച്ചിയൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ കൂർക്ക ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കും, അത് ബീഫ് മസാലയൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലൊക്കെ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ മസാല ഇട്ടിട്ടുണ്ടാക്കും, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കണ്ടോ, ദേ കണ്ടോ, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഏകദേശം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലെ കൂർക്ക ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എനിക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിങ്ങനെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കുഴച്ചൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു പരുവാണ്. ശരിക്കും കണ്ടാൽ കക്ക റോസ്റ്റ് പോലെയൊക്കെ തോന്നുന്നില്ലേ? ഇതുപോലെ കൂർക്ക മെഴുക്ക് വരട്ടിയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കൂർക്ക വീട്ടിൽ നട്ടിട്ട് വിളവെടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഒക്കെ വെച്ചിട്ട് തോരൻ, മസാലക്കറി ഇതൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് കൂർക്കയുടെ കൃഷി രീതിയും അതുപോലെ തന്നെ കൂർക്ക ഉണ്ടാകാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആ പഴയ ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അതിനകത്ത് തന്നെയാണ് വീണ്ടും നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് കരിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മണ്ണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി, ചാരം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അന്നേരം കൂർക്ക ധാരാളമായിട്ട് ഉണ്ടാവുകയും ചെയ്യും, നല്ല വലുപ്പം കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു തണ്ടൊക്കെ കുറച്ചും കൂടി ഒന്ന് വളർന്നു വരുമ്പോൾ, ഈ ഒരു തണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കൂർക്ക പറിച്ചെടുത്തപ്പോഴുള്ള ആ തണ്ട് തന്നെയാണ് ഒടിച്ചു കുത്തി നട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഏകദേശം ഒരു 5-6 കമ്പൊക്കെ നമുക്കിങ്ങനെ കുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് വളർന്ന് അത്യാവശ്യം ഒന്ന് സ്പ്രെഡായി വരുന്ന സമയത്ത് വേണം നമ്മളിതിൻ്റെ ചുവട്ടിലോട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ. അതായത് തണ്ട് അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം, അതിന് മുന്നേ ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ട. തണ്ട് അത്യാവശ്യം ഒന്ന് മൂത്ത് ഒരു വേരൊക്കെ ആവുന്ന ആ ഒരു സമയത്ത് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല കിഴങ്ങുണ്ടാവും. അപ്പോൾ മണ്ണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് ആ കിഴങ്ങ് അത്യാവശ്യം നല്ല വലിപ്പം വെക്കും. പിന്നെ നമുക്ക് ഇത് വളർന്നു വരുന്ന സമയത്ത് കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി, അല്ലെങ്കിൽ ചാണകത്തിൻ്റെ സ്ലറി, എന്തെങ്കിലും പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ്, അങ്ങനെയുള്ള സ്ലറികൾ അതൊക്കെ നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കിഴങ്ങുണ്ടാവും. പിന്നെ ഇലകൾ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ അതൊന്ന് ഒടിച്ച് കളയുന്നതും കിഴങ്ങ് കൂടുതൽ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്